session of the online class. In today's class, we are going to discuss about three topics about diversification of investment or diversification of portfolio, then hedging, and last one, ethical investing. These are the last topic included in the module 1. First one, diversification. നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കുകളാണ് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയറി ബേസിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഇത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് എ ടെക്നിക് that reduces the risk and maximizes the returns, and the investor invested in different areas of investment. നമുക്കറിയാം പല ഇൻവെസ്റ്റ്മെന്റ് ടൈപ്സുകളുണ്ട് അല്ലേ. റിയൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, നോൺ സെക്യൂരിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് പ്രൊപ്പോസൽസുകളുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് ദ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് of investment among the financial instruments, industries and other categories. നമുക്ക് ഈ ഫിനാൻഷ്യൽ ആയിട്ട് ഇൻസ്ട്രുമെന്റ്സുകളിലോ മറ്റ് പല ഇൻഡസ്ട്രിയൽ മേഖലകളിലോ അതറായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം റിട്ടേൺസ് കിട്ടണം. സോ ദ ഇൻവെസ്റ്റർ ഹാസ് an idea about to reduce the risk. അയാൾക്ക് റിസ്കിന് എന്ത് ചെയ്യാനും പറ്റണം? റിഡ്യൂസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എൻ ടെക്നിക് ടു റിഡ്യൂസ് ദ റിസ്ക്. അതായത് ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുമ്പോൾ അയാൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോയിലൂടെ ഈ ഇൻവെസ്റ്റർക്ക് കിട്ടേണ്ടത് റിസ്കിനെ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻസുകൾ, പോർട്ട്ഫോളിയോ വൊളാറ്റിലിറ്റിയെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹെൽപ്ഫുൾ ആണ്. നമുക്കറിയാം ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ ഫ്രേസ് ഉണ്ട്. എന്താ കോമൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് പുൾ ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫ്രേസ് ആണ്. എന്താ പറയുന്നത്? ഡൈവേഴ്സിഫിക്കേഷനുമായി റിലേറ്റഡ് ഡു നോട്ട് പുട്ട് all your eggs in one basket. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നമ്മൾ എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ തന്നെയാണ് അത് എടുത്തു വെക്കുന്നതെങ്കിൽ നമുക്ക് അതിലുണ്ടാകാവുന്ന നഷ്ടസാധ്യത കൂടുതലാണ്. ആ ബാസ്ക്കറ്റ് നമ്മൾ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ, പൊട്ടുകയാണ്, താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും? നഷ്ടപ്പെടും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് ഹാവിങ് എഗ്സ് ഇൻ മൾട്ടിപ്പിൾ ബാസ്ക്കറ്റ് ഇറ്റ് റിഡ്യൂസസ് ദ ലോസ് ഓഫ് എഗ്സ്. നമ്മളിത് പലതരത്തിലുള്ള ബാസ്ക്കറ്റുകളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എഗ്സിന്റെ നഷ്ടസാധ്യത നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലും എല്ലാം ഒരു ടൈപ്പുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന, ആ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ ഉണ്ടാകുന്ന നഷ്ടസാധ്യത എത്രമാത്രം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് ഇൻവെസ്റ്റർ അത് എഫോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇയാൾ ഈ റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല, ഇപ്പോൾ ലാൻഡ് ആവട്ടെ, പ്രോപ്പർട്ടീസ് ആവട്ടെ, ഇപ്പോൾ ബിൽഡിംഗ് ആവട്ടെ, അങ്ങനെ ഫ്ലാറ്റുകളാവട്ടെ, ആ ഒരു ഏരിയയിൽ ബിസിനസ് തീരെ മൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഇൻവെസ്റ്ററിനെ അതെന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അതേസമയം ഇയാളുടെ ഇൻവെസ്റ്റ്മെന്റ് മണി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസുകളിൽ പല കാറ്റഗറിയിലായിട്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാകുന്നു. ഒരു അസറ്റിന്റെ വാല്യൂ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യാം? റേസ് ചെയ്യാം. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ഗോൾഡിന്റെ വില കുറയുമ്പോൾ മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. അതേസമയം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആള് ഒരേ സമയം ഇയാൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ സ്റ്റോക്കിന്റെ വില ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അയാൾക്ക് ഈ നഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നിലുണ്ടാകുന്ന നഷ്ടം മറ്റൊന്നുമായിട്ട് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മുഴുവനായിട്ടും അയാളിനെ ബാധിക്കില്ല, ലോസ് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക്, ദെൻ അൺസിസ്റ്റമാറ്റിക് റിസ്കുകളുണ്ട് അല്ലെ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അൺഡൈവേഴ്സിഫൈഡ് ആണ് പഠിച്ചിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ അൺഡൈവേഴ്സിഫൈഡ് ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ കാരണം തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് അല്ലെ. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അഗ്രിഗേറ്റ് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താ മറ്റേ എൻ്റയർ മാർക്കറ്റിൽ അത് ബാധിക്കുന്നുണ്ട്. ഏതൊക്കെ മാർക്കറ്റുകളിലാണ് അത് ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാക്കുന്നത്? അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും. ഇപ്പൊ ബൂം പീരീഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷെയർസിന്റെയും വില കൂടുതൽ തന്നെ ആയിരിക്കും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ എന്താ പറയുക ഒരു ഡിപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾ ഓവർ ആയിട്ട് വരുന്ന സ്റ്റോക്സുകൾ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന ആ ഫ്ലക്ച്വേഷൻസുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെയും അഫക്ട് ചെയ്യും. അതൊരു സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പൊ നേച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റി വരികയാണ്, ഒരു വാർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു റിസ്കിനെ അൺഡൈവേഴ്സിഫൈഡ് എന്നാ പറയാ. ഡൈവേഴ്സിഫൈഡ് ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള റിസ്കുകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നർത്ഥം. അതേസമയം അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക് ആണെന്നുണ്ടെങ്കിലോ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് യൂഷ്വലി ടു എലിമിനേറ്റ് ദ റിസ്ക് ഇൻ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്കുകൾ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവെസ്റ്റർ കൺസിഡർ ചെയ്യുന്നത്? There are 4 matters should be considered by the investor while diversification. Number 1, type of investment. Number 1, type of investment ആണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ സ്റ്റോക്സുകളുണ്ട്, കമ്മോഡിറ്റീസുകളുണ്ട്, ക്യാഷിൽ ചെയ്യാം, ബോണ്ടിൽ ചെയ്യാം, അതുപോലെ തന്നെ കമ്മോഡിറ്റീസിൽ ചെയ്യാം. ഇപ്പൊ ഏതിലായി കഴിഞ്ഞാലും ഏത് ടൈപ്പുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ആ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതില് നഷ്ടസാധ്യത കൂടുതലുള്ളതാണോ, ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെവൽ ഓഫ് റിസ്ക് ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് റിസ്ക് ലെവൽസ് തന്നെയാണ്. റിസ്ക് ലെവൽസ് എന്ന് പറയുമ്പോൾ ഓരോ ടൈപ്പുള്ള ഇൻവെസ്റ്റ്മെന്റും ഡിഫറെന്റ് ആയിട്ട് വരുന്ന റിസ്ക് ആണ്. ഇപ്പൊ ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺസ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമില് ആ റിസ്കിന്റെ പോസിബിലിറ്റി എത്രയാണോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൊണ്ടാണ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസുകൾ അയാൾ ചൂസ് ചെയ്യേണ്ടത്. നമ്പർ 3 ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസും ഈ പറയുന്ന ഡൈവേഴ്സിഫിക്കേഷനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ഇൻ കമ്പനി ഫ്രം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ്, അതായത് വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രീസുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ലോ അല്ലെങ്കിൽ ലോ കോറിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ റിസ്കുകളെ അഫോർഡ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഇപ്പോൾ അയൺ ഇൻഡസ്ട്രീസിലുള്ളത് പോലെ ആവില്ല ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസുകളിൽ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളെ ഐഡന്റിഫൈ ചെയ്യാനും ആ നഷ്ടത്തെ റിഡ്യൂസ് ചെയ്യാനും ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കഴിയും. അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രീസുകൾ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അനദർ വൺ ഫോറിൻ മാർക്കറ്റ് ആണ്. ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റർ ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രമാവില്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, ഫോറിൻ മാർക്കറ്റിലും കൂടെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഫോറിൻ മാർക്കറ്റിലായിരിക്കാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധ്യത, അതേസമയം റിസ്ക് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റുകളെ അയാൾക്ക് കൺസിഡർ ചെയ്യാവുന്നതും ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഇൻവെസ്റ്റർ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഒരിക്കലും ഇൻവെസ്റ്റർ ഇതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വൈഡ് വെറൈറ്റി ഓഫ് വെൽ ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ റിസ്കിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിട്ടേൺസുകൾ അവൈലബിൾ ആകുന്ന രീതിയിലാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ, ETFസുകളിൽ പോലുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം?
വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാം. അതേസമയം അയാൾക്ക് മാക്സിമം റിട്ടേൺസും ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ ആണ് ഇവിടെ തിയറി ബേസ്ഡ് ആയിട്ട് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ തന്നെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. Hedging is an investment status or process required to reduce the risk of adverse price or currency movements. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസുകൾ, അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകാവുന്ന നഷ്ടസാധ്യതകളെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഒരു ഡിഫൻസ് ആയിട്ടാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. അപ്പൊ ഹെഡ്ജിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. A hedge is an investment status which aims at decreasing the possible losses affected by the suffered by an associated investment. ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ ആ സാധ്യതകളെ ഡിക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹെഡ്ജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലെവൽ വരെ എന്ത് ചെയ്യാം, ഈ പറയുന്ന നഷ്ടസാധ്യതകളെ കുറയ്ക്കാനായിട്ട് കഴിയും. സോ ഹെഡ്ജിങ് ഈസ് യൂസ്ഡ് ബൈ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ എ മാർക്കറ്റ് ലിങ്ക്ഡ് സെക്യൂരിറ്റി ഇൻസ്ട്രുമെന്റ്സ്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളിലാണ് കൂടുതലായിട്ടും ഇത് ചെയ്യുന്നത്, ഈ ഹെഡ്ജിങ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ അതിന്റെ പ്രൈസ് ലെവലില് പ്രൈസ് ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാവാം. നമ്മൾ വാങ്ങിയ വിലയില് നമ്മൾ എപ്പോഴും ഇപ്പൊ സ്റ്റോക്സുകൾ വാങ്ങിച്ചു, അപ്പൊ സ്റ്റോക്കുകൾ ഉയർന്ന വില കിട്ടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സ്റ്റോക്കുകൾ വാങ്ങിയത്. ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. അപ്പൊ ആ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവാം, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. ആ വേരിയബിലിറ്റി അല്ലെങ്കിൽ വൊളാട്ടിലിറ്റി അയാൾക്ക് റിസ്ക് ആണ് അല്ലെ, നഷ്ടസാധ്യത ഉണ്ടാകുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റർ ചെയ്യുന്നതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ അത് ഹെഡ്ജിങ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. Highly hedging techniques generally involve to use of financial instruments known as derivatives. Derivatives തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആവട്ടെ, കമ്മോഡിറ്റീസുകളാവട്ടെ, ഇങ്ങനെയുള്ള ഐറ്റംസുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസുകളിൽ നഷ്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ നഷ്ടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. സോ ഹെഡ്ജ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് that required to reduce the risk of against the adverse price or variation in the currency movements. ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് മീൻസ് സ്ട്രാറ്റജിക്കലി യൂസിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ടു ഓഫ്സെറ്റ് ദ റിസ്ക് ഓഫ് എനി അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെന്റ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, കറൻസി മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൈസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസുകൾ അതുമൂലം റിസ്ക് ഉണ്ടാവാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകളിലൊക്കെ അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാകുന്നു, കമ്മോഡിറ്റീസിലായി കഴിഞ്ഞാലും. അങ്ങനെ ഉണ്ടാവുന്ന കേസുകളിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സുകളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന ചില മെത്തേഡ്സുകളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ടൈപ്പ് ഓഫ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് എന്നുള്ളത് നോക്കാം. ഹെഡ്ജിങ് ചെയ്യുന്ന ടെക്നിക്സുകൾ ഫസ്റ്റ് വൺ പറയുന്നത് 3 സ്ട്രാറ്റജീസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഫോർവേഡ് കോൺട്രാക്ട്. ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties that agrees buying or selling after a specified period a specified price. ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്യൂച്ചർ പീരിയഡിൽ നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു നഷ്ടം നമുക്ക് എന്ത് ചെയ്യണം,
ഇല്ലാതാക്കണം, ഡിഫെൻഡ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി രണ്ട് ആളുകളുടെ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ദാറ്റ് ദ ബൈയിങ് ഓർ സെല്ലിങ്, അതിനുവേണ്ടിയാണ് കോൺട്രാക്ട് ചെയ്യുന്നത് ഓഫ് ആൻ ആസെറ്റ് ഓൺ ആൻ സ്പെസിഫൈഡ് പീരീഡ് ഓൺ എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, കമ്മോഡിറ്റീസ് ആൻഡ് കറൻസീസുകൾ, ഇതൊക്കെ അതിൽ യൂസ് ചെയ്യുന്ന ഇൻവോൾവ് ആയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റിൽ വരുന്ന ഐറ്റംസുകളാണ്. നമ്പർ 2 പറയുന്നത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ആണ്. നമ്പർ 2 ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് അസെറ്റ് അറ്റ് ആൻ അഗ്രീഡ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഇപ്പോൾ കറൻസി ഇതിൽ പറയുന്ന ഫ്യൂച്ചേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ഫ്യൂച്ചേഴ്സ് മാർക്കറ്റുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഒരു അഗ്രീഡ് പ്രൈസിൽ ഒന്നുകിൽ ബൈയിങ് ചെയ്യാമെന്നോ സെല്ലിംഗ് ചെയ്യാമെന്നോ പറയുന്ന ഒരു കോൺട്രാക്ട് ആണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ് അറ്റ് an agreed price and at an agreed quantity. That is the futures contract. Last one പറയുന്നത് മണി മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് മണി മാർക്കറ്റിന്റെ റിക്വയർമെന്റ്. ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സുകൾ നമുക്ക് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സുകളാണ് മണി മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ഇതിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ തന്നെ ഇപ്പൊ ബൈയിങ് അല്ല ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിനോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഐറ്റംസ്, ഇക്വിറ്റീസുകൾ, മണി മാർക്കറ്റ് ഓപ്പറേഷൻ ഫോർ ഇൻട്രസ്റ്റ് ആൻഡ് കറൻസീസുകൾ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? മണി മാർക്കറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ മണി മാർക്കറ്റിൽ ആയിക്കഴിഞ്ഞാലും അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ ഒന്നുകിൽ ബൈയിങ് ചെയ്യാനോ സെല്ലിംഗ് ചെയ്യാനോ ലെൻഡിങ്ങിനോ ബോറോയിങ്ങിനോ ഒക്കെ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ 1 ഇയറിൽ ഉള്ളതാണ്. അപ്പൊ ഇവിടെയും ഇങ്ങനെ വാങ്ങിക്കുകയും വിൽക്കുകയും അല്ലെങ്കിൽ കടം കൊടുക്കുകയും കടം വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടസാധ്യതകളെ കുറക്കുന്നതിന് വേണ്ടി ഇവിടെയും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മണി മാർക്കറ്റും അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്, ഇതൊക്കെ ഇതിന് വരുന്നതാണ് ഹെഡ്ജിങ്ങിന്റെ സ്ട്രാറ്റജീസുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ ഈ പറഞ്ഞ കറൻസി ആവട്ടെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റുകളിലായി കഴിഞ്ഞാലും ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് ഒന്നുകിൽ വിൽക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന നഷ്ടത്തിനെ തടയുന്നതിന് വേണ്ടിയാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്സുകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രൈസ് മൂവ്മെന്റ്സുകൾ, ഫ്ലക്ച്വേഷൻസുകൾ, കറൻസി മൂവ്മെന്റ്സുകൾ, അതിലൊക്കെ ഉണ്ടാകാവുന്ന റിസ്കുകൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഹെഡ്ജിങ്. ഹെഡ്ജിങ്ങിൻ്റെ മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, എനേബിൾസ് ട്രേഡേഴ്സ് ടു സർവൈവ് ഹാർഡ് മാർക്കറ്റ് പീരിയഡ്സ്. Hedging refers to protecting investment, and hedge is an investment which aims at decreasing the possible losses suffered by an associated investment. Number 2, hedging limits losses to a great extent. Hedging എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, പ്രൈസ് മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന ലോസ്, റിസ്കുകളെ ഒരു തരത്തിൽ ഹെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയുന്നു. തേർഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ വേരിയസ് അസറ്റ് ക്ലാസ്സസ്, ദെർഫോർ ഇൻക്രീസസ് ദ ലിക്വിഡിറ്റി. ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാക്സിമം ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ദെൻ ലോസിനെ മിനിമൈസ് ചെയ്യാനും കഴിയുന്നു. ഫോർത്ത് വൺ, ഇൻ ഹെഡ്ജിങ് യൂസിങ് ഓപ്ഷൻസ് പ്രൊവൈഡ് ട്രേഡേഴ്സ് an opportunity to practice complex options trading strategies to maximize return.
ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം റിട്ടേൺസ് ആണ്. ആ മാക്സിമം റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ലോസിലായിരിക്കണം, അല്ലെങ്കിൽ റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയണം. ഹെഡ്ജിങ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിസ്കിനെ മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ലിക്വിഡിറ്റി ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി കൂടുതലായിട്ടും ലാഭകരമായിട്ടുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകളും സെലക്ട് ചെയ്യാനും അതിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് ഏൺ ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റസ് ഇൻവെസ്റ്റർക്ക് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ലോസിനെ ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ്. ഹെഡ്ജിങ് ആണ് ഈ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ്, ഹെഡ്ജ് ഇൻക്രീസസ് ലിക്വിഡിറ്റി ആസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ വാരിയസ് അസറ്റ് ക്ലാസസ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് പോസിബിൾ ആകുന്ന ഒരു കാര്യം ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഹെഡ്ജിങ് ഒരു ഡിഫൻസായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റ് വൺ, ഹെഡ്ജിങ് റിക്വയേഴ്സ് ലോവർ മാർജിൻ ഔട്ട്ലേ ആൻഡ് ദെർബൈ ഓഫേഴ്സ് എ ഫ്ലെക്സിബിൾ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഫ്ലക്ച്വേഷൻസുകളെ റിസ്കിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിസ്കിനെ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹെഡ്ജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത്. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് ടോപ്പിക് വി ഹാഡ് ടു സ്റ്റഡി ഇൻ ദിസ് മൊഡ്യൂൾ ഈസ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് അല്ലേ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെയാണ്, അപ്പോൾ അതിൽ മാക്സിമം റിട്ടേൺസ് എങ്ങനെ ലഭ്യമാകും, എങ്ങനെയൊക്കെയാണ് റിസ്കിനെ മെഷർ ചെയ്യാനായിട്ട് കഴിയുക, ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ ഇൻവെസ്റ്റർ അയാളുടെ ബേസിക് ആയിട്ടുള്ള മൊറലായിട്ടുള്ള പ്രിൻസിപ്പിൾസുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചൂസ് ചെയ്യാം, അതാണ് ഇവിടെ നമുക്ക് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക, ഒരു മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പക്ഷേ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ഏത് മാർഗവും ഇൻവെസ്റ്റർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുമോ? അതില്ല. ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൊറൽ വാല്യൂസ്, then religious values, social values, environmental values ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അയാൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ചൂസ് ചെയ്യാം, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. Ethical investing is a practice that the investment is based on the principle of ethical practice. എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. അതായത് നമുക്ക് മൊറലായിട്ടുള്ള ഒരുപാട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പണം എങ്ങനെയെങ്കിലും ഉണ്ടാകുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് മൊറലായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള രീതിയിലാണോ, മറ്റുള്ളവർക്ക് നിരുപദ്രവകരമായിട്ടുള്ള ഇതാണോ, മറ്റുള്ളവർക്ക് വിനാശകരമായിട്ടുള്ള രീതിയിലാണോ, സമൂഹത്തിനും നമ്മുടെ മതത്തിനും വിരുദ്ധമായിട്ടുള്ളതാണോ, നമ്മുടെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബിസിനസ്സിലാണോ താൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിക്കൊണ്ട് അയാൾ ഇൻവെസ്റ്റ്മെന്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളെല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പണം ഉണ്ടാകുക എന്നുള്ളതിനേക്കാൾ ഉപരി റിലീജിയസ് വാല്യൂസ്, മൊറൽ വാല്യൂസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ്, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസുകളെ, ബേസിക് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസുകളെ, വാല്യൂസിനെ, എത്തിക്സിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെയുള്ള വാല്യൂസിനെ കൺസിഡർ ചെയ്യുന്ന that practice is known as ethical investing. So ethical investment is the use of one's ethical principles based for the investment. ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ അയാളുടെ ഈ പറയുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസുകൾ യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. അപ്പൊ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അപ്രോച്ചുകളിലായിട്ട് പറയാം നമുക്ക്. ഒന്ന് അവോയ്ഡൻസ് അപ്രോച്ച് ആൻഡ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഫെയർ ട്രേഡ് പ്രാക്ടീസ്.
അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്. അവോയ്ഡൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഒന്നുകിൽ ഹാംഫുൾ ആകുന്നത്, ഫോർ എക്സാമ്പിൾ ഫയർ ആംസുകൾ, ടുബാക്കോ, ആൽക്കഹോൾ, ഫോസിൽ ഫ്യൂവൽസ്, അങ്ങനെയുള്ള ഏരിയാസുകളിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പണം ഈ ബിസിനസ്സുകാർ അല്ലെങ്കിൽ കമ്പനീസുകളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ സമയത്ത് ഇൻവെസ്റ്ററുടെ ആ മൊറൽ വാല്യൂ ഈ പറയുന്ന ആക്ടിവിറ്റീസുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് എതിരാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ പറയുന്ന അവോയ്ഡൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അയാൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ എത്ര പണം കിട്ടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും, എത്ര റിട്ടേൺസ് ഉണ്ടായി കഴിഞ്ഞാലും, എത്ര ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാലും അയാളുടെ വാല്യൂ അതിനെന്തല്ല, യോജിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്യാണ്. ഇപ്പോൾ ടുബാക്കോ ഇൻഡസ്ട്രി, ആൽക്കഹോൾ ഇൻഡസ്ട്രി, ലിക്വർ, മറ്റു ലഹരി മരുന്നുകളുടെ ഉപയോഗം, മറ്റ് യുദ്ധ സാമഗ്രികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാം ആയിട്ട് വരുന്ന ഫയർ ആംസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് പല ആളുകളുടെയും മാനസികമായിട്ട് വരുന്ന സാമ്പത്തികമായിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് അവർക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് ഇവിടെ അവോയ്ഡൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതേസമയം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും കൂടെ ഉണ്ടായിരിക്കാം. അതായത് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മതവിശ്വാസികളാവട്ടെ, സാമൂഹികമായിട്ട് ചുറ്റുപാടുള്ള ആളുകളാവട്ടെ, അവർക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതേസമയം തന്നെ നേച്ചുറൽ ആയിട്ടുള്ള ക്ലൈമറ്റ് നോക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ, മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്സ്, അഡ്വാൻസ്മെന്റ് ഓഫ് വുമൺ, ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ് ഓഫ് മൈനോറിറ്റീസ്, കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ സ്പെൻഡിങ്, ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റുകൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് there are two ways which are ethical investing could be done. Two ways ആണ്. ഒന്ന് പോസിറ്റീവ് ഇമ്പാക്ട് ആൻഡ് നമ്പർ 2 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്. Two ways. First one, positive impact. Number 2, negative impact. ഈ രണ്ട് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അവോയ്ഡൻസ് അപ്രോച്ചും പോസിറ്റീവ് അപ്രോച്ചും പോലെ തന്നെയാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റീജിയനിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയന്റെ ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അവിടെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷണമോ വസ്ത്രമോ സാമൂഹിക അന്തരീക്ഷമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ കമ്പനികളെ ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസുകളും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും അത് റീസണബിൾ പ്രൈസിലാണ്, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്, ഹാംഫുൾ അല്ല, നേച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇൻവെസ്റ്റർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിന് വേണ്ടിയായിരിക്കും അതെന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉള്ളത് കൊണ്ടാണ് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. നെഗറ്റീവ് ഇമ്പാക്ട് എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാൾ അവോയ്ഡ് ചെയ്യാൻ, അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തതിന് കാരണം ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അയാൾ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള കാരണം ആ ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ പണം ഉപയോഗിക്കുന്നത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നേച്ചുറൽ ആയിട്ട് ഹാംഫുൾ ആണ്, സാമുദായികമായിട്ട് ഹാംഫുൾ ആണ്, കൺസ്യൂമേഴ്സിന് അത് ഹാംഫുൾ ആണ്.
അങ്ങനെയൊക്കെ അയാൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു വാല്യൂവിന് അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റിനാണ് ഇവിടെ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സൊസൈറ്റിക്കോ എൻവയോൺമെന്റിനോ അവിടെയുള്ള മനുഷ്യന്മാർക്കോ ഉണ്ടാകാവുന്ന വിനാശത്തിന് എതിരായി അയാൾ പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു മോറൽ വാല്യൂ അയാളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, തനിക്ക് പണം ആവശ്യമില്ല, പക്ഷെ മനുഷ്യന്മാർക്കുള്ള ഉപദ്രവം ഇല്ലാതാക്കുന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അയാളെ പിന്തിരിപ്പിക്കുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റോട് കൂടെയും ഇൻവെസ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റോട് കൂടെ അയാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പൊ രണ്ട് വേകളാണ് ഇവിടെ പറയുന്നത് എത്തിക്കൽ ഇൻവെസ്റ്റിംഗിന്, പോസിറ്റീവ് ഇമ്പാക്ട് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ പറയാനുള്ളത് ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്, ആ ഒരു ടോപ്പിക് പറയാനുണ്ട്. ദെൻ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ആണ്. ഏതെല്ലാം ടൈപ്സുകളിലാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്? ടൈപ്സ് നമ്പർ 1 പറയുന്നത്, നമുക്കറിയാം എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ കൺസിഡർ ചെയ്യുന്നത് ഒരുപാട് വാല്യൂസുകളാണ് അല്ലെ. റിലീജിയസ് വാല്യൂസ്, മോറൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ്. ഇതെന്താണ് ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതിലും എക്സ്പ്ലനേഷൻ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ്. നമ്പർ 1 ടൈപ്പ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ social value. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഒരു സൊസൈറ്റിയുടെ ബെനിഫിറ്റ്, ഒരു സൊസൈറ്റിക്ക് വെൽഫെയർ ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു വാല്യൂവിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ അയാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ആണ്. സോഷ്യൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഗുഡ് എക്സാമ്പിൾ ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുണ്ട്. ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡയറി സൊസൈറ്റീസ്, ഫിഷ് സൊസൈറ്റീസ്, സ്ക്വയർ സൊസൈറ്റീസ്. ഓരോ സൊസൈറ്റീസുകളുടെയും ഒബ്ജക്റ്റ് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അതിനു വേണ്ടിയാണ്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നവർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഞാനൊരു സൊസൈറ്റിയിൽ മെമ്പർ ആകുന്നതോടുകൂടെ ഞാനൊരു ചെറിയ എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ആ സൊസൈറ്റിയുള്ള എല്ലാ മെമ്പേഴ്സിനും എനിക്കും കൂടെ ഉപകാരപ്രദമാവണം എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തായാലും സമൂഹത്തിനും അതിൽ വരുന്ന മെമ്പേഴ്സിന്റെയും വെൽഫെയറിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പൊ ആ വെൽഫെയർ എന്ന് പറയുന്നത് തനിക്ക് മാത്രമല്ല തന്നോടൊപ്പമുള്ള സമൂഹത്തിനും കൂടെ അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മൂല്യം അയാൾ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു തരത്തിലുള്ള എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂ. നമ്പർ 2 പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂ. നമ്പർ 2 പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂ. മൊറൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറൽ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ പല ഇൻഡസ്ട്രീസുകളും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് വരുന്നത് മൊറൽ വാല്യൂസുകൾ ഉള്ളത് കൊണ്ട്. നമുക്ക് ചില ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുണ്ട് അല്ലെ. ആ ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാവുമ്പോൾ അതിനെതിരെ വരുന്ന അധാർമികതക്കെതിരെ ഒരു തരത്തിലുള്ള ഏത് തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യില്ല, വിരൽ ചൂണ്ടില്ല, അല്ലെങ്കിൽ അതിനോട് സപ്പോർട്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നത് ടുബാക്കോ ലിക്വർ മാനുഫാക്ചറിങ്. ഇപ്പൊ ലിക്വർ ആവട്ടെ ടുബാക്കോ ആവട്ടെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതിലൂടെ വലിയൊരു ബിസിനസ് തന്നെയാണ് അല്ലെ. ഒരു ബിസിനസിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഹൈ ലെവലാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ ഒരു ധാർമ്മികതയ്ക്ക് യോജിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ
അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രീസുകളിൽ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ മുതിരുന്നില്ല. ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മൊറൽ വാല്യൂസിനെ നമ്മൾ മുറുകെ പിടിക്കുന്നതുകൊണ്ട്. സത്യസന്ധമല്ലാത്ത, ധാർമ്മികതയ്ക്ക് യോജിക്കാത്ത, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ നമുക്ക് റിട്ടേൺസ് വേണ്ട എന്ന് പറയുന്ന ഒരു മൊറൽ വാല്യൂ അയാളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നു. കാറ്റഗറി ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മൊറൽ വാല്യൂ. ഓക്കെ, ഇതാണ് മൊറൽ വാല്യൂ. നമ്പർ 3 പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ റിലീജിയസ് വാല്യൂ. ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ റിലീജിയസ് വാല്യൂ. റിലീജിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻസുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും കൾച്ചറുകളൊക്കെയാണ് അല്ലെ. അപ്പോൾ ഓരോ ടൈപ്പിലുള്ള ആളുകളും അങ്ങനെയുള്ള ആ ഒരു റിലീജിയന്റെ ബേസിൽ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. അറേബ്യൻ കൺട്രീസുകളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും അങ്ങനെയുള്ള അവരുടെ വസ്ത്രധാരണത്തില് അങ്ങനെയുള്ള കമ്പനീസുകളിലൊക്കെ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. അത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് അത് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതേസമയം നമുക്കത് ഉപകാരപ്രദമാണ് എന്നുള്ളതും അയാൾ മനസ്സിലാക്കുന്നു. അപ്പോൾ റിലീജിയസിലായിട്ടുള്ള വാല്യൂസിന്റെ ബേസിൽ ആ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ വാല്യൂ. നാലാമത്തെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പൊളിറ്റിക്കൽ വാല്യൂ. എന്താ പൊളിറ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതാത് രാജ്യങ്ങളിൽ നിലവിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ബേസിൽ പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ ഏത് പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയുടെ ബേസിലൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ അധികാരികളാണ് എന്ന് മനസ്സിലാവുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ ഈ ഒരു ഗവൺമെന്റ് അതിനെ അവഗണിക്കും, സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബിസിനസിന്റെ ഏരിയകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യം കുറയും. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ഒരു സപ്പോർട്ടോടുകൂടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസുകൾ കൂടുതലായിട്ടും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ വാല്യൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th പോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ എൻവയോൺമെന്റൽ വാല്യൂ ഓർ ഗ്രീൻ ഇൻവെസ്റ്റിംഗ്. 5th പോയിന്റ് ആണ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് based on environmental value or green investing. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ കൂടെ ഇൻവെസ്റ്റർ പരിഗണിക്കണം. ഹാംഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇക്കോണമിക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് നമ്മുടെ ഈ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എപ്പോഴും വിനാശകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രീസുകളിലും അയാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് മുതിരില്ല. കാരണം അയാൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ, എൻവയോൺമെന്റിനോട് നേച്ചറിനോടുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് ഉള്ളത് കൊണ്ട്, ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രീസുകളിൽ അയാൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള പല പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്തായിരിക്കും, നേച്ചറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിക്ക് എന്തായിരിക്കും, ഹാംഫുൾ ആണ്. ഇക്കോണമി എന്നല്ല, എൻവയോൺമെന്റിന് ഹാംഫുൾ ആണ്. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള താല്പര്യം ഒരാൾക്ക് ഉണ്ടാകുന്നത് ഈ പറയുന്ന എൻവയോൺമെന്റൽ വാല്യൂ അയാൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ഗ്രീൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധ്യത കൂടെ ഈ പറയുന്ന ഒരു വാല്യൂസിന്റെ ബേസിലാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഈ വാല്യൂസുകളാണ് നമുക്കിവിടെ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതിലൂടെ പഠിക്കാനുള്ളത്. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എത്തിക്കൽ പ്രിൻസിപ്പിൾസുകളെ
ഫോളോ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂസിന്റെ ബേസിലാണ് അല്ലെ. ആ വാല്യൂസ് മൊറൽ വാല്യൂ ആവാം, സോഷ്യൽ വാല്യൂ ആവാം, എൻവയോൺമെന്റൽ വാല്യൂ ആവാം, റിലീജിയസ് ആയിട്ടുള്ള വാല്യൂ ആവാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ചൂസ് ചെയ്യുമ്പോൾ അയാൾ ഈ പറയുന്ന വാല്യൂസുകൾ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ സെലക്ട് ചെയ്യുന്നത്. It is known as the ethical investing. Ethical investing is a practice is based on the ethical principles. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വാല്യൂസിനാണ് അയാൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു തരത്തിലും മോണിറ്ററി ബെനിഫിറ്റ് അല്ല, അതേസമയം ഈ പറയുന്ന വാല്യൂസിനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതേസമയം എത്തിക്കൽ ഇൻവെസ്റ്റിങ്ങിന് ഇത്രയും അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. എത്തിക്കൽ ഇൻവെസ്റ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. First one, ethical investing ensures the investments are made in line with the investors' value. Investors in the moral value, then social value, religious value, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. Number 2, with more people choosing to invest ethically, it positively impact both the society and environment such a way that discourages other industries. റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ മൊറൽ വാല്യൂസ് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതറായിട്ട് വരുന്ന അല്ലെങ്കിൽ അണെത്തിക്കലായിട്ട് വരുന്ന ഇൻഡസ്ട്രീസുകളിലൊന്നും കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുക. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെഗ്ലക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നു. Third one, the returns on this investment are not just monetary but have an overall impact on the investors as well as the earth. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഇൻകം ജനറേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇൻവെസ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ എൻവയോൺമെൻറ്റിനായിക്കഴിഞ്ഞാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. പണം ഉണ്ടാകാനായിട്ട് പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാം. പക്ഷേ എത്തിക്കലായിട്ടുള്ള വാല്യൂസുകൾ, മൊറൽ വാല്യൂ അല്ലെങ്കിൽ മൊറൽ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓവറോളായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. ഇങ്ങനെ ഏറെ അഡ്വാൻറ്റേജസുകൾ പറയുന്നുണ്ടെങ്കിലും ഇതിന് വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് might not fetch the same returns as other industries. The returns on ethical companies tend to be lower than their counterpart at the time is taken to generate the return would be longer. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസുകളിൽ സെയിം റിട്ടേൺസ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Number 2, there could be instances wherein companies alike to be eco-friendly but in reality they might not be in the case. പല കേസുകളിലും എത്തിക്കലായിട്ടുള്ള വാല്യൂസ് മുറുകെ പിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കമ്പനീസുകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് 100% റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും എത്തിക്കൽ വാല്യൂസിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. Third one, ethical investing is based on a very particular investor. What is acceptable to some may not be acceptable to others. This field is highly subjective. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ശരിയാണെന്ന് തോന്നുന്നത് മറ്റൊരു ഇൻവെസ്റ്റർക്ക് ശരിയാകണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പെർസ്പെക്ഷൻ അനുസരിച്ച് കൊണ്ടാണ് അത് അവർ ആക്സെപ്റ്റബിൾ ആവുമോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഹൈലി സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫീൽഡാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് മനസ്സിലായിട്ടുള്ള സ്ഥിതിയിൽ നമ്മളെന്ത് മനസ്സിലാക്കണം? എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ പ്രൈമറി ആയിട്ടും അതിനൊരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല വ്യക്തികൾക്കും പല പോയിൻ്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിലും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലീജിയസ് വാല്യൂസിനെയും മൊറൽ വാല്യൂസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.